ആറള ഫാമിലെ കൃഷിയിടങ്ങളിൽ നിന്നും ആനയെ തുരത്തുന്ന രണ്ടാം ഘട്ട നടപടികൾ ആരംഭിച്ചു. 8, 9, 10 തീയതികളിലായി നടക്കുന്ന തുരത്തൽ വെള്ളിയാഴ്ച രാവിലെ 7:30 ആരംഭിച്ചു. വനപാലകരും ഫാം സുരക്ഷാ ജീവനക്കാരും പ്രാദേശികമായി തെരഞ്ഞെടുക്കുന്ന ആളുകളും ഉൾപ്പെടെ 15 പേർ വീതമുള്ള 3 സംഘങ്ങളാണ് ആനകളെ തുരത്തുന്നത്. 2 സംഘങ്ങൾ ഫാം കൃഷിയിടത്തിൽ നിന്ന് ആനകളെ തുരത്തുമ്പോൾ മൂന്നാമത്തെ സംഘം പുനരധിവാസ മേഖലയിൽ എത്തിക്കുന്ന ആനകളെ അവിടെ നിന്ന് ഓടിക്കും. പടക്കം പൊട്ടിച്ചും ട്രാക്ടർ ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കിയുമാണ് ആനകളെ തുരത്തുന്നത്. കൃഷിയിടത്തിൽ നിന്നും വെളിയിൽ എത്തുന്ന ആനകളെ പുനരധിവാസ മേഖലയിലൂടെ കടത്തി വന്യജീവി സങ്കേതത്തിൽ എത്തിക്കുകയാണ് തുരത്തലിന്റെ ലക്ഷ്യം. ഫാമിലെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി 35 ലക്ഷം രൂപയോളം ചിലവിൽ സോളാർ വേലികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഫാമിന്റെ പ്രധാന വരുമാന മാർഗമായ കശുവണ്ടി വിളവെടുപ്പ് ആനയുടെ ശല്യം കാരണം കൃത്യമായി നടത്താൻ കഴിയാതെ വന്നതോടെയാണ് ആനയെ തുരത്തൽ നടപടിയിലേക്ക് ഫാം അധികൃതർ നീങ്ങിയത്. ആനയെ തുരത്താനുള്ള ആദ്യഘട്ട നടപടികൾ പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. പിന്നീട് നടന്ന സമവായ ചർച്ചയിലൂടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പുനരധിവാസ മേഖലയിൽ നിന്നും 5ഓളം ആനകളെ ആദ്യഘട്ടത്തിൽ കാട്ടിലേക്ക് തുരത്തിയിരുന്നു. രണ്ടാം ഘട്ട തുരത്തലിന്റെ ഭാഗമായി ഫാമിനുള്ളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് തുരത്തൽ നടപടികൾ വനംവകുപ്പ് നടത്തുന്നത്. പുനരധിവാസ മേഖലയിലെ സുരക്ഷ കണക്കിലെടുത്ത TRDMന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചും പ്രൊമോട്ടർമാർ മുഖാന്തരവും ജനങ്ങളെ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുവാനും അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാകാലങ്ങളിൽ ആറള ഫാം സ്കൂളിൽ നടത്തുന്ന റെസിഡൻഷ്യൽ ക്യാമ്പുകൾ 3 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ആറള വന്യജീവി സങ്കേതത്തിനും 3 ദിവസം അവധി പ്രഖ്യാപിച്ചു. പോലീസ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ സഹായത്തോടെ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളോടെയാണ് ആനയെ ഫാമിൽ നിന്നും കാട് കയറ്റുന്നത്. വൈൽഡ് ലൈഫ് വാർഡൻ G. പ്രദീപ്, കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്ത്, M. ലക്ഷ്മണൻ, ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ P. പ്രസാദ്, ദ്രുത പ്രതികരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ M. ഷൈനികുമാർ, ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ K. ജിജിൽ, ഫോറസ്റ്റർ C. K. മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനത്തുരത്തൽ നടത്തുന്നത്. കാരണം ഫാമിൽ നിൽക്കുന്ന ആനയെ നമ്മൾ പുറത്തെടുത്തിട്ട് TRDM ഏരിയ കൂടെ ജനവാസ കേന്ദ്രത്തിൽ കൂടെ കടത്തി കാട് ഫോറസ്റ്റിൽ എത്തിക്കണം. അപ്പോൾ ഇത് ഒറ്റ സ്ട്രെച്ച് നടക്കുന്നു നമുക്ക് വിശ്വസിക്കും ഷുവറില്ല. ഇറ്റ് വിൽ ടേക്ക് സം 2-3 days. അപ്പോൾ പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ നമ്മൾ തെളിച്ചാണ് എവിടെ വരെ എത്തിച്ചാൽ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എല്ലാത്തിനും എത്തിക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ നാളെ മറ്റ് 2 ദിവസം കൂടെ നമ്മൾ ബഫറാക്കി വെക്കുന്നുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആവേശം വേണ്ട. ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. പതുക്കെ ചെയ്താൽ മതി. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ പിന്നെ വി കാൺ ഹെൽപ്പ്. വളരെ ശ്രദ്ധിക്കണം. കാരണം ജനങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ പുറത്ത് അതിൽ നിന്ന് 144 ഉണ്ടെങ്കിലും ആൾ പുറത്ത് വരും. സോ നമ്മൾ ആനനെ തെളിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കറക്റ്റ് റൂട്ടിലൂടെ തന്നെ കൊണ്ടുപോകണം.